Hello. Okay. Yeah. Okay, dear. So, good morning to all once again. How are you all? Good morning, ma'am. Good morning. Good morning, ma'am. Okay, good morning. സുഖാണല്ലോ എല്ലാവർക്കും അല്ലേ? ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിച്ചു എല്ലാവരും? Okay, so start ചെയ്യാട്ടോ. Don't waste our time. So let's start today's class. And in previous class we completed past tense, right? Yeah. So that's clear? Do you have any doubts? No? All clear? Present and past tense. Is it clear for you? Clear ആണോ? രണ്ട് ടെൻസും ക്ലിയർ ആണോ? ഡൗട്ട് എന്തെങ്കിലും ഉണ്ടോ? എന്തെങ്കിലും പറയൂ കേട്ടോ, എന്തെങ്കിലും ചോദിക്കൂ, എന്തെങ്കിലും ഡൗട്ട്സ് ഉണ്ടോ? ക്ലിയർ ആണ്. ഓക്കെ, സോ നമുക്ക് നെക്സ്റ്റ് ടെൻസ് നോക്കിയാലോ? The last one is the future tense. Okay. So take your notebook and write down the heading future tense and the small heading future simple future tense. Yeah. Okay. ഫ്യൂച്ചർ ടെൻസ് അറിയാത്തത് നിങ്ങൾക്ക് അല്ലെ? ഭാവിയാണ്. എന്താണ്? ഭൂതം, ഭാവി, വർത്തമാനം അല്ലേ പറയും? ഓക്കെ, അപ്പൊ ഫ്യൂച്ചർ ആണ്. വരാൻ പോകുന്ന കാര്യങ്ങൾ, നടക്കാൻ പോകുന്ന കാര്യങ്ങളെല്ലാം പറയാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ടെൻസ് ആണ് എന്ത്? ഫ്യൂച്ചർ ടെൻസ് എന്ന് പറയുന്നത്. ഓക്കെ, സോ ഇവിടെയും നമുക്ക് 4 ആക്ഷൻസ് ഉണ്ട്. They are simple future tense, future continuous, future perfect, future perfect continuous tense. Clear? And the first one is simple future. Simple future വേറെ പ്രത്യേകിച്ചൊന്നുമില്ല. നമ്മൾ എല്ലാ ടെൻസ് പഠിച്ചപ്പോഴും ചെയ്യുന്നു, ചെയ്തു എന്നൊക്കെ പറയുന്നുണ്ട് അല്ലെ? സിമ്പിൾ പ്രസന്റ് എന്തായിരുന്നു? ചെയ്യുന്നു എന്നായിരുന്നു. നമ്മുടെ ഹാബിറ്റ്സും റൊട്ടീൻസ് ഒക്കെ പറയുന്ന ടെൻസ് ആയിരുന്നു. ദെൻ സിമ്പിൾ പ്രസന്റ് പാസ്റ്റിലേക്ക് വരികയാണെങ്കിൽ കംപ്ലീറ്റ് ആയ ഒരു പ്രോസസ് ആണ് അല്ലെ? ആക്ഷൻസ് ആർ കംപ്ലീറ്റഡ്. So we can use the tense, past tense. So അതിൽ നമ്മൾ യൂസ് ചെയ്യുന്ന എന്തായിരുന്നു? ചെയ്തു എന്നാ പറയുന്നത് അല്ലെ? ചെയ്തു, ഒരു പ്രവൃത്തി ചെയ്തു, അതിനെയാണ് നമ്മൾ സിമ്പിൾ പാസ്റ്റ് വെച്ച് പറഞ്ഞിരുന്നത്. അപ്പൊ ഫ്യൂച്ചറിലേക്കാണ് വരുന്നതെങ്കിൽ ചെയ്യുന്നു, ചെയ്തു, കിട്ടി, ഇനി എന്തായിരിക്കും? സിമ്പിൾ ഫ്യൂച്ചർ ആണെങ്കിൽ ചെയ്യും എന്നാണ് കേട്ടോ. ചെയ്യും, ഞാനത് ചെയ്യും, ഞാൻ അവിടെ പോകും, ഞാൻ അവയെ കാണും, ഞാൻ എഴുതും, ഞാൻ വായിക്കും, ഞാൻ ഓടും, ഞാൻ ചാടും എന്നൊക്കെ പറയുന്നത് ഫ്യൂച്ചർ ആണ്. നമ്മൾ ചെയ്തിട്ടില്ല, ചെയ്യാൻ പോകുന്ന കാര്യത്തെ കുറിച്ചാണ് പറയുന്നത്. ക്ലിയർ? മനസ്സിലാവുന്നുണ്ടോ? ക്ലിയർ ആവുന്നുണ്ടോ? കേൾക്കുന്നുണ്ട് എല്ലാവരും? ക്ലാസ്സിലുണ്ടോ? റെസ്പോണ്ട് ചെയ്യൂ. ഓക്കെ, യൂഷ്വലി കാണുന്ന കുറച്ച് പേരൊക്കെ മിസ്സിംഗ് ആണല്ലോ ക്ലാസ്സില്. ഓൾറെഡി ഓക്കെ, അപ്പോ സ്ട്രക്ചർ എഴുതിക്കോളൂ കേട്ടോ. ഇവിടെ സിമ്പിൾ ഫ്യൂച്ചറിന്റെ ഹെഡിങ് കൊടുത്തിട്ട് ബ്രാക്കറ്റ് ചെയ്ത ചെയ്യും എന്ന് എഴുതും കേട്ടോ. ചെയ്യും, ഒരു പ്രവൃത്തി ചെയ്യാൻ പോവാണ്, ചെയ്യും എന്ന് എഴുതും. ഓക്കെ, ആൻഡ് സ്ട്രക്ചർ subject plus will plus we want. Okay, subject plus will plus we want. ഇവിടെയാണ് നമ്മൾ will യൂസ് ചെയ്യുന്നത്. ഫ്യൂച്ചർ ടെൻസ് എല്ലാവരുടെയും will ഉണ്ടാവും കേട്ടോ. will മസ്റ്റ് ആണ്. ഓക്കെ, subject plus will plus we want. That's the structure of simple future tense. Okay, clear? Yep. എഴുതിയോ? കഴിഞ്ഞോ?
Okay. So simple future tense subject plus subject plus will plus we verb. അപ്പോ ഒരു സെന്റൻസ് പറയുകയാണെങ്കിൽ ഞാൻ അവന്റെ വീട്ടിൽ പോകും എന്നെങ്ങനെയാ പറയാ? ഞാൻ അവന്റെ വീട്ടിൽ പോകും. അവിടെ നമുക്ക് സബ്ജക്ട് വേണം, സബ്ജക്റ്റിനെ കൂടെ നമ്മൾ വില്ലാണ് യൂസ് ചെയ്യേണ്ടത്, കാരണം പോകും എന്നാ പറഞ്ഞത്. സോ ഫ്യൂച്ചർ ആയതുകൊണ്ട് തന്നെ നമുക്ക് വിൽ അവിടെ യൂസ് ചെയ്യേണ്ടതായിട്ടുണ്ട്. സോ വി യൂസ് ദ വിൽ വിത്ത് സബ്ജക്ട്സ്. സോ ദെൻ ഫസ്റ്റ് സബ്ജക്ട് ആൻഡ് ദെൻ വിൽ യൂസ് ചെയ്യാം. ആൻഡ് വേർബ് എന്താണ്? വേർബിന്റെ ബേസ് ഫോം ആണ് അവിടെ യൂസ് ചെയ്യേണ്ടത്. ദെൻ പിന്നീടാണ് ഒബ്ജക്റ്റിലേക്ക് പോവാ. സോ ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്ത് എല്ലാവരും. ഞാൻ അവന്റെ വീട്ടിൽ പോകും, അല്ലെങ്കിൽ ഞാൻ നാളെ അവന്റെ വീട്ടിൽ പോകും എന്തായാലും പറയാം. ഓക്കെ, ഒന്ന് ട്രാൻസ്ലേറ്റ് ചെയ്തേ. യാ ഓക്കെ, എല്ലാവരും ടെക്സ്റ്റ് ചെയ്തു കേട്ടോ. ടെക്സ്റ്റ് ചെയ്യാൻ കുഴപ്പമില്ല, നമ്മൾ മിസ്റ്റേക്സിലൂടെ മാത്രമേ പഠിക്കൂ. ആരും പെർഫെക്റ്റ് അല്ല, no one is perfect. Okay, everyone has the defect അല്ലെങ്കിൽ any mistakes done. Okay, so send the answer. Okay, എല്ലാവരും ചെയ്യും കേട്ടോ. ഒരാൾ മാത്രം ടെക്സ്റ്റ് ചെയ്തിട്ടുള്ളൂ, കറക്റ്റ് ഞാൻ പറഞ്ഞിട്ടില്ല. സോ ബാക്കി എല്ലാവരും കൂടെ ടെക്സ്റ്റ് ചെയ്യും. ഓക്കെ, ഫസ്റ്റ് എന്താണ്? ഫസ്റ്റ് സബ്ജക്ട് ആരാണ്? ഞാൻ അവന്റെ വീട്ടിൽ പോകും എന്ന് പറയുമ്പോ സബ്ജക്ട് വരുന്നത് ഞാനല്ലേ, അല്ലെ? ഫസ്റ്റ് സബ്ജക്ട് ആണ് അവിടെ എഴുതേണ്ടത്. ഓക്കെ, അതിനുശേഷം ഏതാണ്? ഹാപ്പി വേർബ് അല്ലെങ്കിൽ മോഡൽ വേർബ് എന്നൊക്കെ പറയാം. ഏതാണ് യൂസ് ചെയ്യാം? വില്ലാണ്. ഫ്യൂച്ചർ ടെൻസ് ആയതുകൊണ്ട് തന്നെ നമ്മൾ വില്ലാണ് യൂസ് ചെയ്യേണ്ടത്. അപ്പോ ഐ വിൽ ഗോ എന്ന് വന്നു. സോറി, ഐ വിൽ വന്നു. അതിനുശേഷം വേർബ് എന്താണ്? ഗോ ആണ്. സോ വി ക്യാൻ യൂസ് ദ വേർബ് ഓർ ബേസ് ഫോം ഗോ. Then preposition വേണം, കാരണം എങ്ങോട്ടേക്കാണ് പോകുന്നത്? ഡെസ്റ്റിനേഷൻ ഉണ്ട്. സോ വി ആഡ് ദ preposition to. Then എങ്ങോട്ടാണ് പോകുന്നത്? His home. അവന്റെ വീട്ടിലാണല്ലോ. സോ his home. ഇനി എപ്പോഴെങ്കിലും മെൻഷൻ ചെയ്യുന്നുണ്ട്, ഡേറ്റ് മെൻഷൻ ചെയ്യേണ്ടതാണെങ്കിൽ പറയാവുന്നതാണ്. അപ്പോ I will go to his home tomorrow. And tomorrow I will go to his home എന്ന് പറയാം. ഓക്കെ, ക്ലിയർ? യെസ്. അപ്പോ എന്താണ് ഫ്യൂച്ചർ? സിമ്പിൾ ഫ്യൂച്ചർ മനസ്സിലായല്ലോ, സ്ട്രക്ചേഴ്സ് മനസ്സിലായി, എങ്ങനെ യൂസ് ചെയ്യണമെന്ന് മനസ്സിലായി. വേറെ ഡൗട്ട്സോ കാര്യങ്ങളോ ഒന്നുമില്ലല്ലോ, ഉണ്ടോ? ഇല്ല, ക്ലിയർ ആണല്ലോ. നമുക്ക് കുറച്ച് എക്സാമ്പിൾ ചെയ്താൽ yeah. Okay, so write down the Malayalam sentences. Yeah. അവർ രാവിലെ 10 മണിക്ക് അവർ രാവിലെ 10 മണിക്ക് അവർ രാവിലെ 10 മണിക്ക് അവന്റെ ഫ്രണ്ട്സിനെ കാണാൻ അവരാണ് കേട്ടോ, നോട്ട് അവൻ, അവരാണേ, പ്ലൂറലാണേ. അവർ രാവിലെ 10 മണിക്ക് അവരുടെ ഫ്രണ്ട്സിനെ കാണാൻ, അവർ രാവിലെ 10 മണിക്ക് അവരുടെ ഫ്രണ്ട്സിനെ കാണാൻ രണ്ടു ദിവസത്തിന് ശേഷം എറണാകുളത്തേക്ക് പോകും. ഓക്കെ, അവർ 10 മണിക്ക് അവന്റെ ഫ്രണ്ട്സിനെ കാണാൻ 2 മാസത്തിന് ശേഷം. അത് 10 മണി പറയുമ്പോൾ അതിന്റെ ആവശ്യമില്ല.
അപ്പൊ അത് വേണ്ട കേട്ടോ. അവർ 10 മണിക്ക് അവരുടെ ഫ്രണ്ട്സിനെ കാണാൻ എറണാകുളത്തേക്ക് പോകും. അത് 2 മാസത്തിന് ശേഷം അത് പറയേണ്ട ആവശ്യമില്ല ശരിക്കും. നിലവിലെ സമയം പറയാൻ പാടില്ല. അപ്പൊ ഇങ്ങനെ ചെയ്തു, അവർ 10 മണിക്ക് രാവിലെ 10 മണിക്ക് അവരുടെ ഫ്രണ്ട്സിനെ കാണാൻ എറണാകുളത്തേക്ക് പോകും. ഓക്കെ. അവൾ 10 മണിക്ക് അവൾ രാത്രി 8 മണിക്ക് ഡിന്നർ കഴിക്കും. അവൾ രാത്രി 8 മണിക്ക് ഡിന്നർ കഴിക്കും. ആദ്യത്തെ ഒന്നുകൂടെ പറയുമോ? അവർ രാവിലെ 10 മണിക്ക് അവരുടെ ഫ്രണ്ട്സിനെ കാണാൻ എറണാകുളത്തേക്ക് പോകും. അവർ രാവിലെ 10 മണിക്ക് അവരുടെ ഫ്രണ്ട്സിനെ കാണാൻ എറണാകുളത്തേക്ക് പോകും. അവർ രാവിലെ 10 മണിക്ക് അവരുടെ ഫ്രണ്ട്സിനെ കാണാൻ എറണാകുളത്തേക്ക് പോകും. ഓക്കെ, എഴുതിയോ? സെക്കൻഡ് വൺ, അവൾ രാത്രി 8 മണിക്ക് ഡിന്നർ കഴിക്കും. അവൾ രാത്രി 8 മണിക്ക് ഡിന്നർ കഴിക്കും. എല്ലാ ഞായറാഴ്ചകളിലും ഞങ്ങൾ വീട് വൃത്തിയാക്കും. എല്ലാ ഞായറാഴ്ചകളിലും ഞങ്ങൾ വീട് വൃത്തിയാക്കും. എല്ലാ ഞായറാഴ്ചകളിലും ഞാൻ വീട് വൃത്തിയാക്കും. എല്ലാ ഞങ്ങൾ വീട് വൃത്തിയാക്കും കേട്ടോ. ഞാനല്ല, ഞങ്ങൾ എല്ലാ ഞായറാഴ്ചകളിലും വീട് വൃത്തിയാക്കും. ഞങ്ങൾ എല്ലാ ഞായറാഴ്ചകളിലും വീട് വൃത്തിയാക്കും. ഓക്കെ, എഴുതിയോ? എഴുതി കഴിയുമ്പോ ഒന്ന് റെസ്പോണ്ട് ചെയ്യണേ. അവർ ലഞ്ചിന് ശേഷം ഒരു ഇടവേള എടുക്കും. 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 ഓക്കെ, then നാളെ അവൾ എക്സാമിന് വേണ്ടി പഠിക്കും. നാളെ അവൾ എക്സാമിന് വേണ്ടി പഠിക്കും. നാളെ അവൾ എക്സാമിന് വേണ്ടി പഠിക്കും. ഞാൻ അടുത്ത മാസം ദുബായിലേക്ക് യാത്ര ചെയ്യും. ഞാൻ അടുത്ത മാസം ദുബായിലേക്ക് യാത്ര ചെയ്യും. നെക്സ്റ്റ്, ഇന്ന് രാത്രി അവൻ അവന്റെ ഹോംവർക്ക് പൂർത്തിയാക്കും. ഇന്ന് രാത്രി അവൻ അവന്റെ ഹോംവർക്ക് പൂർത്തിയാക്കും. ഇന്ന് രാത്രി അവൻ അവന്റെ ഹോംവർക്ക് പൂർത്തിയാക്കും. നിന്റെ പ്രൊജക്റ്റ് പൂർത്തിയാക്കാൻ ഞാൻ നിന്നെ സഹായിക്കും. നിന്റെ പ്രൊജക്റ്റ്
പൂർത്തിയാക്കാൻ ഞാൻ നിന്നെ സഹായിക്കും. എന്റെ പ്രൊജക്ട് പൂർത്തിയാക്കാൻ ഞാൻ നിന്നെ സഹായിക്കും. അടുത്ത ആഴ്ച ഞാൻ എന്റെ ഗ്രാൻഡ് പാരന്റ്സിനെ കാണാൻ പോകും. അടുത്ത ആഴ്ച ഞാൻ എന്റെ ഗ്രാൻഡ് പാരന്റ്സിനെ കാണാൻ പോകും. ഓക്കെ, എഴുതിയോ? പാർട്ടിയിലേക്ക് അവൾ കേക്ക് കൊണ്ടുവരും. പാർട്ടിയിലേക്ക് അവൾ കേക്ക് കൊണ്ടുവരും. എന്തെങ്കിലും ഫംഗ്ഷൻ നടക്കുകയാണെങ്കിൽ ഫംഗ്ഷനിലേക്ക് കേക്ക് കൊണ്ടുവരും. അവൾ കേക്ക് കൊണ്ടുവരും. പാർട്ടി ഓർ ഫംഗ്ഷൻ ഓർ ഇവന്റ് എനിത്തിങ്. ഓക്കെ, കേക്ക് ആ ഫംഗ്ഷനിലേക്ക് അവൾ കൊണ്ടുവരും. അതാണ്. ഓക്കെ, ഇപ്പൊ എത്ര എണ്ണായി? എത്ര എണ്ണായി പറയൂ? കറക്റ്റ് വെക്കാം. ഓക്കെ, ട്രാൻസ്ലേറ്റ് ചെയ്യൂ കേട്ടോ. എല്ലാവരും ചെയ്യണേ. നെക്സ്റ്റ് ചെയ്യൂ. ഓക്കെ,
Okay, Hannah sent. They will go to Ernakulam at 10 a.m. to meet their friends. She will eat a dinner at 8 p.m. Will clean the house every Sundays. They will take a break after lunch. She will study for the exam tomorrow. I will travel to Dubai next month. He will complete his homework tonight. I will help you complete your project. I will go to meet my grandparents next week. She will bring a cake to the party. Tanisha, they will go to Ernakulam to meet their friends at 10 a.m. She will have a dinner at 8 o'clock. We will clean the house every Sundays. They took a break after lunch. I will travel to Dubai next week. He will finish his homework tonight. I will help you complete your project. I will go to see my grandparents next week. She will bring cake to the party. Okay, ബാക്കിയെല്ലാം ടെക്സ്റ്റ് ചെയ്യൂ കേട്ടോ. ഓക്കെ, ബാക്കി എല്ലാവരും ടെക്സ്റ്റ് ചെയ്യൂ കേട്ടോ. എന്താണ് ടെക്സ്റ്റ് ചെയ്യുന്നത്? രണ്ടുപേരും മാത്രമേ അയച്ചിട്ടുള്ളൂ. ബാക്കി എല്ലാവരും എന്തെടുക്കുക? ടെക്സ്റ്റ് ചെയ്യൂ. ടെക്സ്റ്റ് യുവർ ആൻസർ. Then I will correct you. Okay.
ഓക്കെ, അപ്പൊ ആരും ടെക്സ്റ്റ് ചെയ്യുന്നില്ല? അഭിന, ആലൻ ജോയ്, ആര്യ ആൻഡ് സാൻഡ്ര ടെക്സ്റ്റ് ചെയ്യുന്നുണ്ടോ ഇല്ലയോ? മിസ്സേ കോള് വന്നപ്പം എഴുതിയതെല്ലാം അങ്ങ് പോയി. ഓക്കെ ഓക്കെ, പറയൂ കേട്ടോ, എന്നാലും പറയൂ. ഇത് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുവാണ്. ഓക്കെ, ബാക്കി എല്ലാവരും അഭിന, ആലൻ ജോയ്, ആര്യ എന്താണ് റെസ്പോൺസ് ഒന്നും ഇല്ലല്ലോ? അവിടെ ഉണ്ടോ? മനസ്സിലായോ? നിങ്ങൾക്ക് എന്തെങ്കിലും ഡൗട്ട്സ് എന്തെങ്കിലും ഉണ്ടോ? അതുകൊണ്ടാണോ ടെക്സ്റ്റ് ചെയ്യാത്തെ? എന്താണെങ്കിലും പറയൂ കേട്ടോ, എനിക്ക് പറയാതെ എനിക്ക് അറിയാൻ പറ്റില്ല. ഓക്കെ, എന്താണെങ്കിലും എന്ത് ഇഷ്യൂസ് ആണ് നിങ്ങൾ ഫേസ് ചെയ്യുന്നെങ്കിലും അത് പറയാം, ഓപ്പൺ ആയിട്ട് തന്നെ പറയാം. അല്ലാതെ ഇവിടെ ഇരിക്കുന്ന എനിക്ക് എങ്ങനെയാ മനസ്സിലാവാം? പറഞ്ഞാൽ അറിയാൻ പറ്റുമോ? ഓക്കെ, കേൾക്കുന്നുണ്ടോ? ഇല്ല. ആർക്കാണ് ഇംഗ്ലീഷ് പഠിക്കാൻ താല്പര്യം അല്ലെ? ഇംഗ്ലീഷ് ലാംഗ്വേജ് ഇത്രയും ഇമ്പോർട്ടന്റ് ആണ്, എന്നാലും പഠിക്കാൻ ഭയങ്കര മടിയുമാണ് അല്ലെ? Okay, they will go to Ernakulam to meet their friends at 10 a.m. in the morning. Okay, she will have dinner at 8 p.m. and we will clean the house every Sundays. They will take a break after lunch. She will study for the exam tomorrow. I will travel to Dubai next month. He will finish his homework tonight. I will help you to complete your project. I will go to see my grandparents next week. She will bring him to their party. Okay, they will go to Ernakulam at 10 a.m. to meet their friends. She will eat dinner at 8 p.m. We will clean the house every Sundays. They will take a break after lunch. She will study for the exam tomorrow. I will travel to Dubai next month and he will complete his homework tonight. I will help you to complete your home project. I will go to meet my grandparents next week. She will bring a cake to the party. ഓക്കെ, ഏകദേശം ക്ലിയർ ആണ് കേട്ടോ. വലിയ മിസ്റ്റേക്സോ കാര്യങ്ങളോ ഒന്നും തന്നെ ഇല്ല. ഓക്കെ, എന്താ ഫസ്റ്റ് എന്തായാലും അവർ അവരുടെ ഫ്രണ്ട്സിനെ കാണാൻ വേണ്ടി എറണാകുളത്തേക്ക് അവർ 10 മണിക്ക് പോകുമെന്നാണ് അല്ലെ? അപ്പൊ they will go to Ernakulam at 10 a.m. to meet their friends. അത്രയും മതി. Okay, they will go to Ernakulam at 10 a.m. to meet their friends. ക്ലിയർ? എങ്ങോട്ടാണ് പോകുന്നത്, എപ്പോഴാണ് പോകുന്നത്, എന്തിനാണ് പോകുന്നത്, അതാണ് ആവശ്യം. They will go to Ernakulam at 10 a.m. to meet their friends. Already നമ്മൾ AM മെൻഷൻ ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അവിടെ മോർണിംഗ് എന്ന് പറയേണ്ട ആവശ്യം വരുന്നില്ല. ഓക്കെ, അതുകൊണ്ട് മോർണിംഗ് അവിടെ വേണ്ട, AM മാത്രം മതി. നെക്സ്റ്റ് എന്താണ്? 8 മണിക്ക് അവർ ഡിന്നർ കഴിക്കും. She will eat dinner at 10 p.m. or she will have dinner at 8 p.m. Have or eat നമുക്കവിടെ പറയാം കേട്ടോ, കുഴപ്പമൊന്നുമില്ല. Then we will clean the house every Sundays. Correct ആണ്, നിങ്ങൾ എല്ലാ ഞായറാഴ്ചകളും ക്ലീൻ ചെയ്യും. We will clean the house every Sundays. Then they will take a break after lunch. Correct? They will take a break after lunch. She will study for the exam tomorrow. She will study for the exam tomorrow. The exam. I will travel to Dubai next month. Yeah, I will travel to Dubai next month. Correct. He will complete his homework tonight. He will complete his homework tonight. I will help you to complete your project. I will help you to complete your project. To complete your project. I will help you. To complete your project. Okay? Then I will go to meet my grandparents next week. Meet ആണ് പറയാ, see അല്ല, meet ആണ്, കാണാൻ പോവാണല്ലോ. Meet പറയാം, അല്ലെങ്കിൽ meet ആണ് കുറച്ച് better. Okay, I will go to meet my grandparents next week. Then she will bring a cake. ഒരു A കിടക്കട്ടെ എന്റെ അടുത്തുള്ള ആവശ്യം. She will bring a cake to the party. She will bring a cake to the party. Correct? Yeah, all correct. സോ പ്രത്യേകിച്ച് ഡൗട്ട്സോ കാര്യങ്ങളോ ഒന്നും ഇല്ല എന്ന് തോന്നുന്നു. ടെക്സ്റ്റ് ചെയ്തവരോടാണ് കേട്ടോ, ബാക്കി എനിക്ക് അറിയില്ല. സോ ക്ലിയർ ആണ്. സോ പഠിപ്പിക്കുന്ന കാര്യങ്ങളെല്ലാം മനസ്സിലാകുന്നുണ്ട്, റൈറ്റ്? ഓക്കെ, അപ്പൊ ടെൻസ് എങ്ങനെയുണ്ട്? ടെൻസ് ഓക്കെ അല്ലേ നിങ്ങൾക്ക്? ക്ലിയർ ആയിട്ട് വരുന്നുണ്ടല്ലോ അല്ലേ?
Okay. Next tense. Okay. Next tense is no matter. Future continuous tense ആണ്. Notebook future continuous tense, and the structure is subject plus will be plus verb ing. Future continuous tense എന്ന് എഴുതി കൊടുക്കുക. Subject plus will be plus verb ing. Okay. ഇവിടെ ആയിരിക്കും എന്ന മീനിങ് ആണ് വരാം. ആയിരിക്കും. ഓക്കെ, ഞാൻ അവിടെ ആയിരിക്കും, ഞാൻ അവിടെ പോകായിരിക്കും, ഞാനത് ചെയ്യായിരിക്കും, ഞാനത് കാണായിരിക്കും, ഞാനത് അങ്ങനെയൊക്കെ പറയില്ല. ആയിരിക്കും, ആയിരിക്കും ഫ്യൂച്ചർ ആണല്ലോ. അപ്പൊ ആയിരിക്കും എന്നാണ് നമ്മൾ പറയാ. സബ്ജക്ട് പ്ലസ് വിൽ ബി പ്ലസ് വെർബ് ing. ഓക്കെ, അപ്പോ ആയിരിക്കും എന്ന മീനിങ് ആണ് വരാം. ഞാൻ നാളെ എക്സാമിന് വേണ്ടി പഠിക്കായിരിക്കും എന്ന് പറഞ്ഞു. ഞാൻ നാളെ എക്സാമിന് വേണ്ടി പഠിക്കായിരിക്കും. ഞാൻ നാളെ എക്സാമിന് വേണ്ടി പഠിക്കായിരിക്കും. ഞാൻ നാളെ എക്സാമിന് വേണ്ടി പഠിക്കായിരിക്കും. ടെക്സ്റ്റ് ചെയ്യും. ഞാൻ എപ്പോഴും പ്രത്യേകിച്ച് പറയുന്നു ടെക്സ്റ്റ് ചെയ്യണം, ടെക്സ്റ്റ് ചെയ്യണം. നിങ്ങൾക്ക് അറിയാലോ, നമ്മൾ എത്ര നാളെ കാണുന്നു? പിന്നെ 6 months അല്ലെ? ക്ലാസ് സ്റ്റാർട്ട് ചെയ്തിട്ട് ഇപ്പൊ ഏകദേശം 6 months ആയിക്കൊണ്ടിരിക്കുന്നു. സോ അത്രയും നാളെ നമ്മൾ ഒരു പരിചയമുണ്ട്, ശരിയല്ലേ? എന്നിട്ട് ഞാൻ ഇതെല്ലാം വീണ്ടും വീണ്ടും പറയണമെന്ന് വെച്ചാൽ അപ്പൊ ടെക്സ്റ്റ് ചെയ്യുമല്ലോ അവര്. I'll be studying for the exam tomorrow. I'll be studying for the exam tomorrow. I will be. പഠിക്കായിരിക്കും എന്ന് പറയാം. Okay, clear? Then next one. ഓക്കെ, ഞാൻ നെഗറ്റീവ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. എല്ലാ ടെൻസിനെയും ഞാൻ നെഗറ്റീവ്സും പോസിറ്റീവ്സ് ഒക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു നിങ്ങളോട്. പറഞ്ഞിരുന്നോ? പറയൂ. പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ് പറഞ്ഞിട്ട് ഇതെല്ലാം പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ്സ് ആണ്. ഇപ്പൊ വെയിൽ വെച്ചാണെങ്കിൽ എന്ത് പറഞ്ഞാലും ഇപ്പൊ നമ്മള് കുറച്ച് എക്സാമ്പിൾസ് റിലീസ് ചെയ്തില്ലേ, ഇതെല്ലാം പോസിറ്റീവ് സ്റ്റേറ്റ്മെന്റ്സ് ആണ്. സോ അതിന് നെഗറ്റീവ്സും പോസിറ്റീവ്സും ഇതൊക്കെ ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തതാണോ? ആണോ? പറയൂ, റെസ്പോണ്ട് ചെയ്യൂ. ആണോ അല്ലയോ? ചെയ്താണോ?
പ്രസിഡന്റിൽ പറഞ്ഞു അല്ലേ, ഫാസ്റ്റ് പറഞ്ഞില്ല. ഓക്കെ, അത് പറയണ്ടേ, ഞാൻ മറന്നു. ഞാനത് പറഞ്ഞിട്ടുണ്ടെന്ന് വിചാരിച്ചാണ്. ഓക്കെ, നെക്സ്റ്റ് ക്ലാസ്സിൽ പറയാം. ഞാൻ ഫ്യൂച്ചർ എന്തായാലും ഫ്യൂച്ചർ ടെൻസ് കംപ്ലീറ്റ് ആവട്ടെ, അതിനുശേഷം നമുക്ക് ഒന്നുകൂടെ നമുക്ക് റീസ്റ്റാർട്ട് ചെയ്യാം. ഓക്കെ, ബാക്ക് ടു പാസ്റ്റിലേക്ക് പോയിട്ട് നമുക്ക് പോസിറ്റീവ്സ് നെഗറ്റീവ്സ് എന്ന് പറയാം. ഓക്കെ, അപ്പോ I'll be studying for the exam tomorrow. Then എന്താ പറയാ, ഞാൻ നാളെ രാവിലെ 9 മണി മുതല് 9 മണി മുതല് ഇംഗ്ലീഷ് സംസാരിക്കാൻ പ്രാക്ടീസ് ചെയ്യുകയായിരിക്കും. ഞാൻ നാളെ രാവിലെ 9 മണി മുതൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ പ്രാക്ടീസ് ചെയ്യുകയായിരിക്കും. ഞാൻ നാളെ 9 മണി മുതൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ പ്രാക്ടീസ് ചെയ്യുകയായിരിക്കും. ഓക്കെ, ഞാൻ നാളെ 9 മണി മുതൽ ഇംഗ്ലീഷ് സംസാരിക്കാൻ പ്രാക്ടീസ് ചെയ്യുകയായിരിക്കും. നെക്സ്റ്റ് ചെയ്യൂട്ടോ. Next to you. I'll be practicing to speak English from 9 a.m. tomorrow. I'll be practicing to speak English from 9 a.m. I'll be practicing to speak English from 9 a.m. പറയാം, since 9 a.m. പറയാം. Clear ആണ്. Speaking വേണ്ടാണ് സാന്ദ്ര, speak ആണ് ട്ടോ. I'll be practicing to speak to ആണ് ട്ടോ. എന്തിനു വേണ്ടിയാണ് അല്ലെ, നമ്മൾ പ്രാക്ടീസ് ചെയ്യുന്നതിന് വേണ്ടിയാ, സംസാരിക്കാനാണ് അല്ലെ. അതുകൊണ്ട് തന്നെ ഒരു preposition ആവശ്യമാണ്. I will be practicing to speak English since 9 a.m. tomorrow. അതിന് tomorrow I'll be practicing to speak English since 9 a.m. എന്ന് പറയും. ഓട്ടോ കറക്ഷൻ കണ്ടിട്ട് സ്പീക്കിംഗ് ആയി പോയതാണ് സർ. ഓക്കെ സാർ. സോ എല്ലാവർക്കും മനസ്സിലാവുന്നുണ്ടല്ലോ, ക്ലിയർ ആണ്. കുറച്ച് സ്റ്റുഡൻസ് ഉള്ളൂ, എങ്കിൽ പോലും നിങ്ങൾക്കത് പഠിക്കാൻ ആഗ്രഹത്തോടു കൂടി വന്നതാണ്. സോ മനസ്സിലാക്കാൻ പറ്റുന്നത് വിശ്വസിക്കുന്നു. നിങ്ങൾ എല്ലാം കറക്റ്റ് ആയിട്ട് ടെക്സ്റ്റ് ചെയ്യുന്നുണ്ട്, ആൻസർ ചെയ്യുന്നുണ്ട്. സോ ദാറ്റ്സ് ഓൾ.
Okay, അപ്പോ ഫ്യൂച്ചർ കണ്ടിന്യൂസ്ലി കുറച്ചുകൂടെ നമുക്ക് എക്സാമ്പിൾസ് നമുക്ക് നെക്സ്റ്റ് ക്ലാസ്സിൽ നമുക്ക് ഡിസ്കസ് ചെയ്യാം കേട്ടോ. Okay, so it's time to wind up today's class. Okay, so thank you all. See you on next class. Yeah, my practice is to correct, Missy. Correct, Anata. Yeah, clear. So see you on next class. Okay, bye to all.